ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണല്ലേ. കഴിഞ്ഞ വർഷം നമ്മളൊരു മധുരത്തോടെ നിർത്തി നല്ലൊരു അരിപ്പായസം. ഈ വർഷം തുടങ്ങുന്നതും ഒരു മധുരത്തിൽ തന്നെയാവാം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഫെററോ റോഷർ ചോക്ലേറ്റും ന്യൂട്ടല്ല സ്പ്രെഡുമായിട്ട്. അപ്പം ചോക്ലേറ്റ് കേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ 2 തരം ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പം നിങ്ങളെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പോയി കാണണേ. ഇപ്പം ഞാൻ ചെയ്യുന്നത് പാലിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാലാണത്. അപ്പം അത് സിലിക്കോൺ ബ്രഷ് കൊണ്ട് അത് നന്നായിട്ട് സോക്ക് ചെയ്യാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ആദ്യത്തെ ലെയർ നമ്മൾ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിടുന്നത് വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല അതിനകത്തോട്ടിട്ട് പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഒരുപാടൊന്ന് ബീറ്റ് ചെയ്യില്ല, ചിലപ്പം ആ വിപ്പിംഗ് ക്രീം വീണ്ടും ലൂസായിപ്പോവും. എന്നിട്ട് അതാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ഓരോ കോർണറിലും എല്ലായിടത്തും ഒരേപോലെ ഈക്വൽ ക്വാണ്ടിറ്റി. ഞാൻ ഒരുപാടങ്ങ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യത്തില്ല കേട്ടോ, കാരണം ആർക്കും ക്രീം വലിയ താല്പര്യമില്ല എന്ന് വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ലെയർ, ഒരു 1/4 ഇഞ്ച് വല്ലതുമേ കാണത്തുള്ളൂ എൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ലെയർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്യുകയാണ്. അത് ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ പാലെടുത്ത് നമ്മൾ കുറച്ച് ആ കുപ്പിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നമ്മുടെ ആവശ്യമനുസരിച്ച് അതിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് ലൂസായി കിട്ടും. എന്ന് വെച്ച് ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല. അപ്പോൾ സൈഡിൽ കൂടെ അതങ്ങ് ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കേക്ക് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ ലെയറുകൾ തമ്മിൽ തെന്നിപ്പോവും. എന്നിട്ട് അതും എല്ലായിടത്തും ഓരോ കോർണറിലും ഒരേപോലത്തെ തക്കവണ്ണം സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത ലെയർ വെച്ചു. വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. സോക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്നറിയാവോ? അഥവാ നമ്മുടെ ഈ കേക്ക് ഫ്രിഡ്ജിൽ എന്തായാലും വെച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പം വെച്ചിട്ട് പുറത്തെടുത്താലും നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഹാർഡാവത്തില്ല. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതേ അടുത്ത ന്യൂട്ടല്ല വിപ്പിംഗ് ക്രീം മിക്സ് തേച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ന്യൂട്ടല്ല നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണെങ്കിലും വേണം കേട്ടോ. നന്നായിട്ട് നമ്മളെ പിശുക്കാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ കൊടുക്കുന്നവർക്കും ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ, വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കാവുന്നത് മാക്സിമം അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്താതെ തന്നെ കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ടൊരു 1.5-2 ടേബിൾ സ്പൂണോളം ഞാൻ ന്യൂട്ടല്ല ചേർത്തിട്ടുണ്ട്. വലിയൊരു ബോട്ടിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 കേക്കിനുള്ളതേ കാണുള്ളൂ. ഇപ്പോൾ ദേ നമ്മുടെ ബോർഡെല്ലാം ക്ലീൻ ചെയ്തു. പാലും കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ എല്ലാം കൂടെ ആയി ഇച്ചിരി ചീത്തയായിട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം നമ്മൾ നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് നമ്മൾ തുടച്ച് മാറ്റി. പിന്നെ ഏറ്റവും മുകളിലത്തെ ക്രം കോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ക്രം കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ ഈ കേക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊടികൾ, പിന്നെ അവിടെ എവിടെയും ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കവർ ചെയ്ത് കുറച്ച് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടികളെല്ലാം അതിലോട്ടങ്ങ് പറ്റിയിരിക്കും. അപ്പോൾ പിന്നെ ആ കേക്കിൽ നിന്ന് പൊടിയൊന്നും താഴെ വീഴുകയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ ചുറ്റിനും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഉറപ്പായിട്ടിരിക്കും. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിലോട്ട് ഫൈനൽ കോട്ട് ചെയ്യാം. ഇപ്പോൾ ഇതേ ഫൈനൽ കോട്ടും കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, ഈ വീഡിയോ ആവശ്യത്തിൽ കൂടുതൽ ലെങ്തി ആവേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആ സിലിക്കോൺ ബ്രഷ് കൊണ്ട് അതിന് മുകൾ വശം എല്ലാം ഒരു ഡിസൈൻ കൊടുക്കുക. പക്ഷേ സിമ്പിൾ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ വളരെ ശേല കേട്ടോ അത് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ആ വിപ്പിംഗ് ക്രീം ശരിക്കും ആ കോർണേഴ്സിലൊന്നും ആയിട്ടില്ല. ആകും, പക്ഷേ നമുക്ക് കോർണേഴ്സ് കറക്റ്റ് ചെയ്തെടുക്കാനൊരു ഇച്ചിരി പാടാണ്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞെങ്കിലും ഡെക്കറേഷൻസ് എല്ലാം ആ സിലിക്കോൺ ബ്രഷ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞെങ്കിലും ഞാൻ ഒന്നുകൂടെ ആ കോർണറിൽ മാത്രം കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഇട്ട് ആ സിലിക്കോൺ ബ്രഷ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം മാക്സിമം ശരിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇനി ആ കേക്കിൻ്റെ മുകളിലോട്ട് നമുക്ക് ബർത്ത്ഡേ വിഷ് എഴുതാം. ആ ബർത്ത്ഡേ വിഷ് എഴുതുന്നത് ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടാണ് കേട്ടോ. 2:1 എന്നുള്ള റേഷ്യോയിലെടുത്ത് ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടാണ് നമ്മൾ പേരെഴുതുന്നത്. നമ്മുടെ ബേക്കറിയിലൊക്കെ ഫാസ്റ്റായിട്ട് എഴുതുന്നത് പോലെ എനിക്ക് എഴുതാൻ അറിയത്തില്ല. അതൊരു ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. എന്നാലും നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ബർത്ത്ഡേ വിഷൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫെററോ റോഷർ ചോക്ലേറ്റും റോസ്റ്റ് ചെയ്ത ഹേസൽ നട്ട്സും കൊണ്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ ചോക്ലേറ്റ് ഗണാഷ് കൊണ്ട് തന്നെ നമ്മൾ ആ പേരെഴുതിയ ചോക്ലേറ്റ് ഗണാഷ് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക, കുറേ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
ഇന്നലെ 2 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം തൊട്ട് ഇപ്പോഴും ഒരേപോലെ എനിക്ക് സപ്പോർട്ട് തരുന്ന കുറേ പേരുണ്ട്. പരിചയം പോലും ഇല്ലാത്ത യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടവർ പോലും. ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്